അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും എൻ്റെ വണ്ടിയിൽ ഗിയർ മാറാൻ വേണ്ടി എല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓടിക്കാൻ നേരത്തെ ഒരു പ്രശ്നമില്ല. വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റിന്ന് സെക്കൻഡ് ഒന്നും ഇടാൻ ഹാർഡൊന്നുമല്ല, പറ്റില്ലായിരുന്നു. എത്ര ചവിട്ടി പിടിച്ചാലും ഗിയർ ഇടാത്തതായിരുന്നു പ്രശ്നം. അപ്പോൾ അതിന് ഇന്നലെ ഇരുന്നിട്ട് എനിക്ക് പറ്റുന്നതിലേക്ക് അയച്ചു വേണത് ഗിയർ ലിവറിൻ്റെ ആ പ്ലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ഗ്രീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടും ശരിയായില്ല. പോലെ പറഞ്ഞുതരാം, താല്പര്യമുണ്ടെങ്കിൽ കേൾക്ക്, ഇല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗത്തോട് സ്കിപ്പ് ചെയ്ത് വെക്കോ. ശരിയായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ക്ലച്ച് തീർന്നതാവാം, അല്ലെങ്കിൽ ഈ ഒരു ഗിയർ ഷാഫ്റ്റിൻ്റെ റോഡിൻ്റെ സ്പ്രിങ് ഉണ്ട് അത് പോയതാവാന്നൊക്കെ. നമ്മൾ സ്ഥിരം വണ്ടി കാണിക്കുന്ന വർക്ക്ഷോപ്പുണ്ട്. ഞാൻ ഒരു 2 മണിക്കൊക്കെ അവിടെ ചെന്നതാണ്. അപ്പോഴത്തേക്ക് അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ലേറ്റായി ഒരു 3:15 വരെ അവിടെ പോസ്റ്റ് ആയിരുന്നു. അതിനുശേഷം അവിടുത്തെ ചേട്ടൻ വന്നിട്ട്, സനു എന്നാണ് ചേട്ടൻ്റെ പേര്, സനു ചേട്ടൻ വന്നിട്ട് നേരെ ക്ലച്ച് പിടിച്ച് നോക്കി, ക്ലച്ച് കേബിൾ പോയെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് പണി തന്ന ക്ലച്ച് കേബിൾ. ഈ ഒരു ചെറിയ പ്രശ്നത്തിലാണ് ഞാൻ അത്രയും ടെൻഷൻ അടിച്ചത്. കണ്ടോ, ഏകദേശം എൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഞാനും ഇതിൻ്റെ കാര്യം ക്ലച്ച് കേബിൾ ആണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ക്ലച്ച് കേബിൾ മാറേണ്ട പ്രശ്നങ്ങൾ എനിക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പ്രശ്നം ആദ്യമാണ്. അതുകൊണ്ട് എനിക്ക് അതറിയത്തില്ലായിരുന്നു. ഇനി കുഴപ്പമില്ല, ഇനി ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ ഇതിലോട്ടായിരിക്കും നോക്കുന്നത്. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പണിയാൻ അവനും പറ്റും, പണി എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പാടുന്നത്. പിന്നെ ഇത് ഞാൻ 2ാമത് എടുക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ കൂടെ എൻ്റെ ഫോണിനും എന്തോ പണി കിട്ടിയെന്ന് തോന്നുന്നു. നേരത്തെ എടുത്ത വീഡിയോ സ്റ്റക്കാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 1 എടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലും ഞാൻ അനങ്ങുന്നതൊന്നുമില്ല. ഇങ്ങനെ അനങ്ങുന്നതേ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ഇതിനൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. കാര്യം മാത്രം കേട്ടാൽ മതി. പറ്റുമെങ്കിൽ ഞാൻ അഡീഷണൽ ക്ലിപ്പ് എടുത്ത് ഓവർലേ ഇട്ടേക്കാം. കാരണം ഈ ഒരു ക്ലച്ച് കേബിളൊക്കെ എനിക്ക് തന്നെ മാറേണ്ടതേ ഉള്ളൂ. ഞാൻ മുമ്പും 2-3 പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് മാറിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിൽ മാറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് സാധനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ അപ്പുറത്തെ സ്പെയറില്ല. പിന്നെ വെഞ്ഞാറത്തെ ബ്ലോക്ക് അറിയാലോ, നടന്നു പോയി സാധനം വാങ്ങിക്കാന്ന് വെച്ചു. നടന്ന് പോയപ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക്. അവിടെ നിന്ന് സാധനം വാങ്ങിച്ച് ഈ ഒരു കേബിളിന് 230 രൂപ അടുപ്പിച്ചാവുന്നുണ്ട് ഈ കേബിളിന്. ഞാൻ പിന്നെയും തിരിച്ച് നടന്നപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ബൈക്ക് കൊണ്ട് നിന്നവന്മാർക്ക് അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബൈക്ക് എടുക്കാതെ നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ലേബർ എൻ്റേത് 50 രൂപയുള്ളൂ. 280 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മളെ വണ്ടിക്ക് വേറെ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന്. ചിലവന്മാർ പറയും നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന്. അതിപ്പോൾ ഇന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്നൊരു കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ വലിവ് കുറയുന്നത്, പിന്നെന്താ ഈ കോൺസെപ്റ്റ് പോകുന്നത്, അതൊക്കെ പതുക്കെ ആയിരിക്കും പോകുന്നത്. എൻ്റെ വണ്ടിയിൽ തന്നെ കോൺസെപ്റ്റ് പോയത് എനിക്കറിയാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ കൂളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓടിച്ചപ്പോഴാണ് പറഞ്ഞത്, എടാ വണ്ടി കൈ നിൽക്കുന്നില്ല, എന്തോ കുഴപ്പമുണ്ടത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം ചിലവന്മാരൊക്കെ ഒന്നും ഇതിൽ പറയാൻ ചാൻസ് ഉണ്ട്. ഇവൻ പണിയുന്ന പണിയൊന്നും സക്സസ് ആവുന്നില്ല, എല്ലാം ഫ്ലോപ്പ് ആണെന്ന്. ഞാൻ പണിയുന്ന സക്സസ് ആവുന്ന പണികളൊക്കെ ഉണ്ട്. നിങ്ങൾ ഫ്ലോപ്പ് ആവുന്ന മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നുകൊണ്ടാണ് ഈ ആട്ടോ. നോക്കട്ടെ, ഞാൻ അപ്പോഴത്തേക്ക് ഇത് റെക്കോർഡിംഗ് ആണോ നോക്കട്ടെ. യെസ്, അനങ്ങുന്നുണ്ടല്ലേ. ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനമില്ല ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇതുപോലെ വീഡിയോ ഇടുന്ന എല്ലാവരുടെയും അവസ്ഥ. അവന്മാർ ജസ്റ്റ് വീഡിയോ ഇടും, പണിയെന്ന് കാണിക്കും. ഇടയ്ക്ക് കിട്ടുന്ന പണികളോ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരുന്നൊന്നും അവന്മാർ കാണിക്കാൻ വേണ്ടി പോകുന്നില്ല. ഡയറക്റ്റ് അവന്മാരെ പറഞ്ഞുകൊണ്ടായിരിക്കും. അവന്മാർ ഡയറക്റ്റ് അവന്മാർ പറഞ്ഞതുപോലെ ഇടും. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും എനിക്ക് കിട്ടിയ പണികളും ഞാൻ എന്താണ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പണി വരാതിരിക്കാനായിരിക്കും. അവന്മാർ ചെയ്യുന്ന കണക്ക് കണ്ട് പണിത് കഴിഞ്ഞാൽ കിട്ടുന്ന പണികളൊക്കെ നിങ്ങൾക്കും കിട്ടും. അത് മാത്രം അവർ പറയുന്നത് വണ്ടിയുടെ പണിയുടെ കാര്യം വിട്ടുപോയി. അപ്പോൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ ക്ലച്ചാണ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒരു ഡയൽ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഇട്ട ക്ലച്ചിൻ്റെ ആ ഒരു സ്ലീവ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് മാറണം. പിന്നെ എൻ്റെ വാക്യൂം പിസ്റ്റൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ സ്ലിപ്പർ ക്ലച്ച് വെച്ചാലോ ഇല്ലേ എന്നൊരു പ്ലാനിങ് നിൽക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ആവശ്യമില്ല. ചുമ്മാ അതിൽ ഫണ്ട് ഇറക്കണോ? കാരണം ഇതൊക്കെ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് മിക്കാണ്. ഈ പുതിയ വണ്ടിയൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ സ്ലിപ്പർ ക്ലച്ച് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഞാനിതിൻ്റെ ആർക്കെങ്കിലും ചുമ്മാ സ്ലിപ്പർ ക്ലച്ച് ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു 2 പണിയും കൂടെ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഒത്തു ചെയ്യാൻ വേണ്ടി പോക്കറ്റ് നല്ല രീതിക്ക് കീറും. അപ്പോൾ 2 പാർട്ടായിട്ട് ചെയ്യുന്നതിൽ ഞാൻ വിചാരിക്കുന്നു ആദ്യം നമ്മളിതിൻ്റെ വാക്യൂം മെഷീനാണ് മാറാൻ പോകുന്നത്. കാരണം വണ്ടി കയറിയ വലിയ കുറവുണ്ട്. ആ ചേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാൻ അടിച്ചു നോക്കിയപ്പോൾ എനിക്കത് തോന്നി. പക്ഷേ ഞാൻ എല്ലാം അടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് വലിയ കുറവൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ വാക്യൂം മെഷീൻ ആദ്യം മാറണം. പിന്നെ ക്ലച്ചുകളായിട്ട് ക്ലച്ച് അസംബ്ലിയൊക്കെ മാറാൻ നേരത്ത് നമ്മൾ എന്തായാലും ഓയിലൂടെ മാറണം. അപ്പോൾ ഇനി ഒരു 600-700 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയുടെ ഓയിൽ മാറേണ്ട സമയമാവും. അപ്പോൾ രാത്രി 2 കൂടെ ഒത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഫുള്ളി സിന്തറ്റിക് ഓയിലൊക്കെ ഒഴിക്കാറുള്ളൂ. അപ്പോൾ അത് 1200 4000-4500 രൂപ ആവുമെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയാൻ വയ്യ. ഇനിയിപ്പോൾ അതൊന്നും പൊക്കി പിടിച്ചിട്ട് വരണ്ട. അപ്പോൾ ആ ഒരു ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 600 കിലോമീറ്റർ സാവകാശവും കിട്ടും. ഓയിൽ മാറുന്ന ഫണ്ടും അതിൽ നമുക്ക് ലാഭിക്കാം. അല്ലാതെ പുതിയ ഓയിലൊക്കെ ഇട്ടിട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് നഷ്ടമായിരിക്കും.
ഇഷ്ടപ്പെടുന്ന തിരിച്ചാൽ ലൈക്ക് അടിക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നൊന്നുമില്ല, കാരണം ഈ ഒരു ചാനലിൽ അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് കണ്ടൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ട്രാവൽ, ട്രിപ്സ്, അങ്ങനെ ആൾമോസ്റ്റ് എല്ലാം ഞാൻ ഇടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി എന്ന് വരുമെന്നൊന്നും എനിക്ക് അറിയാമെന്ന് വയ്യ. പക്ഷേ ഇത്രയും നാളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് കിട്ടിയ പണികളും ഞാൻ ഇതിലെടുത്തുള്ള മോഡിഫിക്കേഷൻ വർക്കും മെയിൻ്റനൻസ് പറ്റിയുള്ള എല്ലാം ഈ ചാനൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് നേരം നോക്കിയാൽ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തൊരു വീഡിയോ കാണാം അല്ലേ. സോ ബൈ ബൈ.